തലനരക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എൻ്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെൻ്റെ യൗവനം, തലകുനിക്കാത്തതാണെൻ്റെ യൗവനം. VSന്റെ വിയോഗത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധിയാണ്. പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി കേരള സർവകലാശാല പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ഇന്ന് അവധിയായിരിക്കും. ആലപ്പുഴയിൽ നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നടത്താനിരുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മാസം 26-ലേക്കാണ് ഇത് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് നടത്താനിരുന്ന ഇന്റർവ്യൂകളും മാറ്റിവെച്ചിട്ടുണ്ടെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് PSCയുടെ വാർത്താക്കുറിപ്പുണ്ട്. സംസ്ഥാനത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:20 VS അച്യുതാനന്ദന്റെ അന്ത്യം. കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പലതവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇങ്ങനെ മാറിയും മറിഞ്ഞും. ചില സമയത്ത് അദ്ദേഹം സാധാരണ നിലയിലേക്ക് എത്തി, ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കടുത്ത പ്രശ്നങ്ങൾ കാണിച്ചു. എന്തായാലും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം 3:20 അദ്ദേഹം വിടവാങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായത്. ഒരു നൂറ്റാണ്ടിൻ്റെ വിപ്ലവ ജീവിതത്തിന് അതോടെ തിരശ്ശീല വീഴുകയാണ്. രാവിലെ 9 മണിയോടെയാണ് ഇന്ന് ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വസതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം. അവിടെ കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾക്കൊക്കെയാണ് അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നത്. എന്നാൽ സാധാരണക്കാർ ഇന്നലെ എത്തിയവരെയൊക്കെ VSന് ജീവിതത്തിലും മരണത്തിലും സാധാരണക്കാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒന്ന് സാധ്യമല്ല എന്ന് സൂചിപ്പിക്കും വിധത്തിൽ സാധാരണക്കാർ ഇന്നലെ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവർക്കും കുടുംബാംഗങ്ങൾ പ്രവേശനം അനുവദിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരും. ഏറെ വൈകിയും ആയിരങ്ങളാണ് VSനെ കാണാൻ എത്തിയത്. അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത്. അലക്സ്, ഇന്നലെ മുതൽ അവിടെ ചെലവഴിക്കുന്ന ഒരാളെന്ന നിലയിൽ അലക്സിന് അറിയാം സാധാരണക്കാരുടേതായിട്ടുള്ള ആ ഒരു വികാര പ്രകടനങ്ങൾ. ഒരിക്കലും അവരിൽ പലരും VSനെ അടുത്ത് കണ്ടിട്ട് പോലും ഉള്ളവരായിരിക്കില്ല. പക്ഷേ ചിലർ പറയുന്നത് കേട്ടു, VS അല്ലേ, കാണാതെ പോകാനാകുമോ, എത്ര സമയം നിന്നാലും കാണും എന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടു നടന്ന ഒരു ആശയധാര, തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കിയ ആ ഒരു പോരാട്ട വീര്യം, ഇതൊക്കെ എത്രത്തോളം ജനമനസ്സുകളെ സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവല്ലേ ആ തിരുവനന്തപുരത്തെ അറബിക്കടലിന് സമാനമായ ജനസാഗരം സൂചിപ്പിക്കുന്നത്? ക്രിസ്ത്യന അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനം, അതാണ് VS എല്ലാ കാലവും പ്രാധാന്യം നൽകിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. തൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പുലർത്തിയിരുന്ന പ്രധാനപ്പെട്ട നിഷ്ഠ എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വിശേഷിപ്പിക്കാം. അടിസ്ഥാന വിഭാഗത്തെ കൈപിടിച്ചുയർത്തുക, അവരെ സംഘടിപ്പിക്കുക, അവരുടെ അവകാശങ്ങൾക്കായി പോരാടുക, അവർക്കൊപ്പം നിൽക്കുക. അത് VS ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ നിന്നായിരിക്കും അടിസ്ഥാന വിഭാഗത്തിൻ്റെ രാഷ്ട്രീയം VSന് ഹൃദ്യസ്ഥമാകുന്നത്. VS അവർക്ക് വേണ്ടി പോരാടാൻ തയ്യാറെടുക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. തൻ്റെ ജീവിത പശ്ചാത്തലം അങ്ങനെ ആയിരുന്നത് കൊണ്ടാകാം VS അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്. VSനോട് പണ്ടൊരു അഭിമുഖത്തിൽ ചില കുട്ടികൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. VSന് ഇനിയും ദൈവവിശ്വാസം തോന്നിയിട്ടില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നത് ഒരു ദൃശ്യമാധ്യമ അഭിമുഖത്തിൽ കേട്ടിട്ടുണ്ട്. കുറച്ച് കൊച്ചു കുട്ടികൾ ചോദിക്കുന്നത്. VS നൽകുന്ന മറുപടിയുണ്ട്. തൻ്റെ നന്നേ ചെറുപ്പത്തിൽ, തനിക്ക് 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് വസൂരി പിടിപെട്ട് തൻ്റെ അമ്മ മരണപ്പെടുന്നത്. തൻ്റെ സഹോദരങ്ങളുണ്ട്, 2 സഹോദരന്മാർ, ഒരു സഹോദരിയും അടക്കമുള്ള സഹോദരങ്ങൾ തനിക്കൊപ്പമുണ്ട്. തൻ്റെ അമ്മ മരണപ്പെടുന്നു. വസൂരി പിടിപെട്ടാണ് മരണപ്പെടുന്നത്. അന്നത്തെ കാലമാണ്, വസൂരിക്ക് ചികിത്സയില്ല. അന്ന് വസൂരി പിടിപെട്ടാൽ പാടത്തിനപ്പുറത്ത്, കാതങ്ങൾക്കപ്പുറത്ത് ഒരു ഓലപ്പുരയിലേക്ക് ആ വസൂരി പിടിപെടുന്ന ആളിനെ മറ്റാളുകൾക്കത് ബാധിക്കാതിരിക്കാൻ അവിടേക്ക് കൊണ്ട് മാറ്റി ഇടണം. അതായത് എല്ലാവരിൽ നിന്നും മാറ്റി അവിടെ നിർത്തണം. അങ്ങനെ ഒരു ഓലപ്പുരയിലേക്ക് തൻ്റെ അമ്മയെ കൊണ്ടിട്ടതും തൻ്റെ അമ്മയുടെ അവസാന നിമിഷങ്ങൾ കാണുന്നതുമൊക്കെ VS ഓർക്കുന്നുണ്ട്. അന്ന് VS ഒരുപാട് കരഞ്ഞു എന്ന് കുട്ടികളോട് പറയുന്നു. അത് കഴിഞ്ഞ് ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട്
പോകുന്നു. ആദ്യം ജ്യേഷ്ഠൻ നിന്ന ഒരു വസ്ത്രശാലയിൽ, ഒരു ജൗളിക്കട എന്ന് പറയുന്ന ഒരു ശാലയിൽ അങ്ങനെ വി എസ് തൊഴിലെടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ പിതാവിനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അന്നും പിതാവിന് ഈ രോഗാവസ്ഥയിൽ നിൽക്കുമ്പോൾ വി എസ് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു എന്നാണ് വി എസ് പറഞ്ഞത്. തൻ്റെ അച്ഛനെങ്കിലും തിരിച്ചു തരണമെന്ന് വി എസ് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് വി എസ് പറഞ്ഞത്. ഇതൊന്നും കേൾക്കാത്ത ദൈവത്തെ താൻ എന്തിനു വിളിക്കണം എന്നൊരു ചോദ്യം മാത്രമാണ് വി എസ് അവശേഷിപ്പിച്ചത് ആ കുട്ടികളുടെ മുമ്പിൽ. അതിൽ വി എസിൻ്റെ കണ്ണ് നിറഞ്ഞില്ല, കനൽ മാത്രമായിരുന്നു വി എസിൻ്റെ കണ്ണിലുണ്ടായിരുന്നത്. കാരണം അത്ര കണ്ട് ജീവിതാനുഭവം അത് നന്നേ ചെറുപ്പത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് ആ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വളർന്ന നേതാവാണ് വി എസ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിലേക്ക് എത്തിയ വി എസിനെയാണ് പിന്നീട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണപിള്ള നിയോഗിക്കുന്നതും പിന്നീട് അങ്ങോട്ട് അത് ചരിത്രമായി മാറുന്നതും. ഈ കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം വിളി അതിങ്ങനെ ആർത്തലയ്ക്കുന്നുണ്ട് ഈ തലസ്ഥാന നഗരിയിൽ. SUT-യിലാകട്ടെ, ഇന്നലെ വൈകുന്നേരം വി എസിൻ്റെ ഭൗതികദേഹം പുറത്തിറക്കുന്ന SUT-യിലാകട്ടെ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പരിസരത്താകട്ടെ ഈ മുദ്രാവാക്യം വിളി ഇങ്ങനെ ആർത്തിരമ്പുന്നുണ്ട്. ഈ മുദ്രാവാക്യം വിളി ഇങ്ങനെ ആർത്തിരമ്പുമ്പോൾ വി എസിൻ്റെ പലവിധ പോരാട്ടങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. 2009 ആണ് വി എസിനെ PBയിൽ നിന്ന് തരം താഴ്ത്തുന്നത്, പുറത്താക്കുന്നത്. ആ സമയത്ത് വി എസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചും സമാനമായി ഈ മുദ്രാവാക്യം ആദ്യമായി ഇങ്ങനെ ഉയർന്ന് വാനിൽ നിന്നത് ആ ഒരു ഘട്ടത്തിലാണെന്നാണ് ഓർക്കുന്നത്. ഈ കണ്ണേ കേരളെ വി എസ് എന്ന മുദ്രാവാക്യം വിളി പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ നിന്ന് ആ ഒരു മുദ്രാവാക്യം വിളി വി എസിന് അനുകൂലമായി വന്നത് ആ ഘട്ടത്തിലാണ്.